மச்சி எங்களுக்கு எல்லாம் ஒரு லவ் தான் பிரச்சனைன்னு வந்து புட்டாவு லவ் தான் மச்சி எங்களுக்கு எல்லாம் ஒரு லவ் தான் பிரச்சனைன்னு வந்து புட்டாவு லவ் தான் எங்க ஒரு லவ் தான் நீ அவ லவ் தான் எங்க ஒரு லவ் தான் இனி அவ லவ் தான் மச்சி எங்களுக்கு எல்லாம் ஒரு லவ் தான் பிரச்சனைன்னு வந்து புட்டாவு லவ் தான் மச்சி எங்களுக்கு எல்லாம் ஒரு லவ் தான் பிரச்சனைன்னு வந்து புட்டாவு லவ் தான் ഇത് ഇവന്മാരുടെ കഥയാ. ഇവന്മാരെന്ന് വെച്ചാ ഈ മുട്ടൻ ഇവന്മാര് അല്ലേ വേണ്ട. നിങ്ങൾ കഥ കണ്ടോ? ചേട്ടാ ചേട്ടാ ഈ കൊല്ലം വന്ന വഴിയാ ചേട്ടാ. കൊല്ലം കൊല്ലം ചേട്ടോ കൊല്ലം കൊല്ലം. ആ താഴേക്കട എനിക്ക് എങ്ങോട്ടാ പോണ്ട? ചേട്ടാ അത് ഈ കൊല്ലത്തോട്ടാ പോണ്ടേ. നേരെ അങ്ങോട്ട് പോയാ മതി കേട്ടാ. ഓ ശരിയാട്ടാ പോട്ടാ. പോട്ടാടാ കുണ്ടന്മാരടാ ജാറത്തിന്റെ മോനെ ഒന്നും പറ്റില്ല. അയ്യോ പൊന്നുമോനെ സോറി, ഞാൻ പെട്ടെന്ന് എന്തൊക്കെയോ ആലോചിച്ചെങ്കിൽ പോയതാ. ഓട്ട് ഇന്ത്യയിലോണ്ട് കുട്ടുന്നത് നല്ല സ്പീഡിലാണ്. ഇവിടെ തീറ്റി തുടങ്ങി. എന്തോ നാടേ കൊറേ ആയോടെ. എന്തുവാ കുറച്ചേ ആയോളൂ കളിയ. ഒരു 18 ദോശയും അതിന്റെ ചമ്മന്തി പിന്നെ 2 പുഴുങ്ങിയ മുട്ടയും. കേട്ടോ ഒരു 2 ദോശ അല്ല 3 ദോശ കേക്ക് കേക്ക് 1 2 മതി കേട്ടാ. ഹലോ 2 മതിയല്ലേ? എത്തിക്കാം ഇല്ല ഞാൻ എത്തിച്ചേക്കാം. ഓ ശരി. ഇനി വെള്ളം കുറച്ച് വെള്ളം കൂടുതൽ സാധനം അതാണ് നമ്മള്. മഴ പെയ്ത് മാനം തെളിഞ്ഞ ചല ചല ചലജ അടികളെയാ കൂച്ച് കൂച്ച്. എന്തുവാടാ പിടിച്ചിരുന്ന അച്ഛനെ കൊല്ലുന്ന. പിന്നെ എല്ലാരും ജീവിക്കാൻ പറ്റത്തിൽ അടിക്കുന്നേ നീ വഴികളിയാ. ഓ അതാണ് അവന്റെ ഡയലോഗ് കേട്ടടാ. നോക്കിക്കോളാം ശകലം വെള്ളം. ഓഹോ അടികളെയാ അടി. വലിയ ഡയലോഗ് അടിച്ചിരുന്ന അടിയതാ സാമിച്ചോ അടി. ഓ ഓ ഓ ഓ ഓ ആണേ ശംഖ് വരെ ഗ്ലാസ്സിലാവുന്ന പുല്ല തുപ്പി ഒഴിക്കുന്നത്. പൈസ കൊണ്ട് കുടിച്ചേക്കാം. ഓ എന്റെ അമ്മച്ചി ഇതിന് കട്ടി സാരും തീരാറായി. ആളെയാമാര് മുടി വളർത്തിയ കുറെ മാതിരി അല്ല ബംഗാളിയുടെ അരികളിയാ. ഒന്നാമത് അമാരെ കൊണ്ട് ജീവിക്കാൻ വയ്യ. നാട്ടിൽ മൊത്തം പീഡനവും പിടിച്ചു കുറയും. ആ പയ്യന്മാർക്ക് എന്തോറാൻ കൊടുത്ത കഞ്ചാവാന്നാ തോന്നുന്നേ. കഞ്ചാവാ? കഞ്ചാവ് കേട്ടല്ലേ അല്ലെ? ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ഞാൻ പോയി ചോദിക്കാറിയാ ഇമ്മ മേക്കെ ചുണ്ട മാരി ഇങ്ങോട്ട്. ഞാൻ എന്റെ നോക്കി പോണേ നീ. ഞാൻ കുറ്റൊന്നും അല്ലട. ഇത് എന്തെങ്കിലും പോകുന്നത് നീ മീശ വളർത്തിക്കോ താരി വളർത്തിക്കോ അത് നിന്റെ ഇഷ്ടം. പക്ഷേ എടാ മുടിയാ നിന്നെ ഉണ്ടല്ലേ നടക്കാനും വയ്യ. ഇവിടെ ഇത്ര പിള്ളേർ കൊടുത്ത എന്തിനാ എന്തിനാ കളിപ്പിക്കുന്നേ? മുടിയാ കണ്ണാടി പിടിച്ച് ഇറങ്ങിക്ക നീയാ മാറി എനിക്ക് പോടാ. പൊടി പോടാ. നിന്നെ പണി എന്ന് വെച്ചാ പണി ഞങ്ങള്
വാളിയാ എന്റെ പൊന്നോ, തലയും കറങ്ങുന്നു. ഏത് ലോകമാണോ എന്തോ. ഇപ്പോഴോ പറഞ്ഞു തരാടാ, പോണ്ടാന്ന്. വണ്ടി കയറാ, വാടാ കേറാ. തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ ആണുങ്ങളല്ല. നിക്കടാ. എന്റെ പൊന്നളിയാ, ഇതിനകത്തോട്ടാ? ഇതിനകത്തോട്ട് ഞാനില്ല. എന്റെ നാട്ടിലെ സകല കുടിയന്മാർക്ക് ഒരു സ്ഥലമായത്. നമുക്ക് പിന്നെടുക്കാടാ. ആരാടാ അവന്മാര്? ആർക്കറിയാം. സംഭവ പ്രധാനം കൊടുക്കുന്ന പമാര് കണ്ട് അതാ സീനായത്. എന്താ നാളെ നീ എരുമേലി വരെ പോണം. ഒരു 30 കിലോ സാധനം പറഞ്ഞിട്ടുണ്ട്. അതിന് നീ നാളെ അവിടെ പോന്നു? ടീനയാളെ വിളിച്ചത്. നാളെ അവളുടെ വീട്ടിൽ ആരും ഇല്ലെന്ന്. നാളെ ഞങ്ങൾക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കണം. ഒറ്റയ്ക്ക് സംസാരം കുറച്ച് കൂടുന്നുണ്ട്. വീട്ടുകാരും കോളേജാന്ന് പറഞ്ഞിരിക്കുക. കോളേജ് ഈ പ്രായത്തിൽ ഞാൻ ലക്ഷങ്ങൾ സമ്പാദിച്ചു. പിന്നെ കോളേജ് കാരണം നാളെ ഒരു കസ്റ്റമർ വന്നുണ്ട്. ഞാൻ ലാലിനടുത്ത് സെറ്റപ്പ് ചെയ്യാൻ നോക്കും. നീ വിളിച്ചു വരാം. ഹലോ, ഒരു 3 ബീറും ബീഫും. പിന്നെ കൊണ്ടുവരാൻ ലാലെന്ന് പറയുന്ന പുള്ളിയെടുത്ത് പറയണേ. അതെ, പിന്നെ നാളെ ഒരു പുതിയ കസ്റ്റമർ വരുന്നുണ്ട്. നോക്കി കിടക്ക് എന്നോണേ. ഓക്കെ സാർ. ലാലിന് കുറച്ച് പൈസ കൊടുത്താൽ മതി. ബാക്കി കാര്യം അയാൾ നോക്കൂ. ഇവിടെ ഉണ്ടായിരുന്നോ? മഹേഷ് എന്തിയാടാ? രാവിലെ കണ്ണ മുമ്പില വിളിക്കാം. മുടിയിപ്പ് കൊണ്ട് ഇരിക്കും രാവിലെ ഇട്ട്. വിളിക്കുന്നുണ്ടേ. പോയി നോക്ക്. മഹേഷ് എടാ ഒന്ന് വാടാ. എന്തോ നാടേ വരുന്നത് ഡേ, വെള്ളം വെക്കാരി. എന്തോ നാടേ? നോക്കിയേ, ഇയാളെ നമ്മളെ വണ്ടി കുറുക്കടിയത്. ബാർ ജീവനക്കാരൻ ബാറിന്റെ 2ാം നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തു. കൊല്ലം നഗരത്തിലെ സ്വകാര്യ ബിയർ പാർലറാണ് സംഭവം. മക്കൾ അരുൺ, ആശ ഇരുവരും കോളേജ് വിദ്യാർത്ഥികളാണ്. കഷ്ടമായി പോയല്ലേ. പിന്നെ ഭയങ്കര കഷ്ടമായിപ്പോ ഒന്ന് പോളിയാ. ഇങ്ങനെ കണ്ടാ അറിയാം, ഒരു പാവപ്പെട്ട മനുഷ്യൻ. പക്ഷെ മരിച്ചതറിഞ്ഞപ്പോ മനസ്സിനകത്തൊരു വിഷമോ എന്തോ പറയാനാണ്. നമുക്ക് അയാളൊന്നും കണ്ടാലോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഒരാഴ്ചത്തെ മുമ്പ് പത്രം ഇറക്കുക. നീന്റെ കാര്യം നോക്ക്. വേണ്ട ഇഡ്ഡലി എടുക്കുന്ന ദിവസം അതാ സൂപ്പർ. എന്ത് പറയാൻ തീറ്റി കാര്യം നിനക്കൊന്നും വേറെ പറയല്ലേടേ. നിങ്ങൾ ആരും വന്നില്ലല്ലോ, ഞാൻ പോകും. ആക്സിഡന്റ് ദിവസം തന്നെ അദ്ദേഹം മരിച്ചത്. മനസ്സിൽ നിന്ന് പുഞ്ചിരി മായുന്നില്ല. നിനക്ക് പോണെങ്കിൽ പോകും, നമുക്ക് പിന്നെ കാണാൻ. നമസ്കാരം, ഞാൻ മഹേഷ്. ഞാൻ ഇവിടുത്തെ അച്ഛൻ്റെ പരിചയക്കാരനാണ്. ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞത്.
കേറിയിരിക്കേട്ടാ. അച്ഛൻ മദ്യപിക്കാറുണ്ടായിരുന്നു? ഇല്ല. ചേട്ടനെ എന്നെ പഠനത്തിന് കുറെ പണം ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ ഇങ്ങനെ ഒരു ബാറിലാ ജോലിക്ക് പോരുന്നതെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. പട്ടിണി കിടക്കേണ്ടി വന്നാലും ആരുടെ മുന്നിൽ കൈനീട്ടിരുന്ന അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. ആശയുടെ ചേട്ടനവിടെ? ഞാൻ ഇതിലെ ചേട്ടനെ കണ്ടില്ലല്ലോ. ചേട്ടൻ ഇവിടെ ഇല്ല. ചേട്ടന്റെ റൂം അതാ. അവിടെ ഫോട്ടോസ് കാണാൻ ചാൻസ് ഉണ്ട്. പോയി നോക്കിക്കോളൂ. ഞാൻ ചായ എടുക്കാം. ഞാൻ ഇറങ്ങുക. പോയിട്ട് കുറച്ച് പണിയുണ്ട്. ശ്രീനേട്ടൻ ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടേക്കുന്നത്. അദ്ദേഹത്തിന് മരണം ആത്മഹത്യയിൽ പിന്നെന്ത്? ഇതിനുള്ള ഉത്തരവായിട്ട് ഞാൻ തിരിച്ചു വരും. ഹലോ, നമ്പർ എത്ര അളിയാ? 105? ആ, നിങ്ങളവിടെ ഇരിക്കും. ഞാൻ അങ്ങോട്ട് വരാം. വന്നിട്ട് പറയാടാ. ഇവിടെ നിന്ത് ആലോചിക്കുന്നേ? ഈ പറഞ്ഞ 3 ബീറും ബീഫും കൊണ്ട് ലാലെന്ന് പറയുന്ന പുള്ളി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തെന്നല്ല ഇതെന്താണെന്ന് നിനക്ക് മനസ്സിലായോ? എന്തെന്ന്? ഹോട്ടൽ ബ്ലൂ സ്റ്റാർ ലാൽ കുമാർ. അളിയ, ഇവനോടല്ലേ നീ ഇപ്പൊ ബീർ കൊണ്ടുവരാ പറഞ്ഞേ? ഇതാ ശ്രീനിച്ചേട്ടന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാ. ഇതെങ്ങനെ അവിടെ പോയി? ശ്രീനിച്ചേട്ടൻ ആത്മഹത്യ ചെയ്തല്ല, ആ പുല്ലന്മാരിലാണ് കൊന്നതാ. പുല്ല നിന്നോട് അന്നേ പറയുന്നു വേണ്ട വേണ്ടാന്ന്. എടാ, അന്ന് അവനെ തല്ലിട്ട് കയറുമ്പോണ്ടോ? അവനാ ഇത് ചെയ്തത്, ആ ലാലെന്ന് പറയുന്നവൻ. എന്താ പേര്? ലാൽകുമാർ. നൈസ് ഹോട്ടലാടാ സൂരജെ. ആരെ തല്ലിക്കൊന്നിട്ടാലും ആരും അറിയില്ല. അത് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, ഈയിടയ്ക്കല്ലേ കളിയാ ഇവിടുത്തെ സ്റ്റാഫ് ശ്രീനിവാസൻ ഇവിടുന്ന് ചാടി ചത്തത്. ചാടിച്ചത്ത് തന്നെയാണ് കേട്ടോ. ആത്മഹത്യ ആണോ അല്ലയോ? നീ നിങ്ങൾ പത്രത്തിൽ വായിച്ചല്ലയോ? കഴിക്കാൻ വന്നവരെ കഴിച്ചിട്ടങ്ങ് പോയാ മതി. അവനൊരു തമാശ പറഞ്ഞില്ല കേട്ടാ. ചേട്ടനെ നെയിം ബോർഡ് എന്ത്? ഈ ഹോട്ടൽ എല്ലാവർക്കും നെയിം ബോർഡ് ഉണ്ടല്ലോ. അതെന്റെ എന്റെ ഓഫീസിൽ കാണും. അപ്പൊ പിന്നെ ഇതോ? അതെന്റെ ഞാൻ ഒന്ന് നിന്നേട്ടാ, അങ്ങനെ പോയാലോ? ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തിനാ പാ മനുഷ്യനെ കൊന്നത്? നീ കഴിഞ്ഞ
ഒന്നിക്കല്ലേ എന്താ നല്ല 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 രക്ഷയില്ല ഞാൻ ഇന്നത് എന്റെ മോന്റെ ഫീസ് കൊടുക്കുന്ന ദിവസം ഞാൻ പോലാല്ലേ ചേട്ടാ നോക്കി ഇങ്ങോട്ട് പോകണം. ഓ പോയിട്ടോ നല്ല രക്ഷയിലാണ്. ശരി ഓക്കെ അല്ലേ സാറേ ബില്ല് തിരുമ്പ് മറ്റേയാളെന്തേ? ഞാൻ കാശ് കൊടുക്കും എന്നാ കുറച്ച് പൈസ അധികമുണ്ട്. കൂടെ സാറേ പോയിട്ടാണെങ്കിൽ അതെ പിന്നെ അച്ഛാ അടിക്കണേ. അടിക്കണേ എന്നെ അടിക്കണേ. എന്നെ വീട് മനസ്സിലാവും. എന്നെ അടിക്കണേ. വീട് തന്നെ എന്നെ ചോദിക്കുന്ന പൈസകൾ പട്ടികളെ 3 പെണ്ണന്മാരോടാണെങ്കിൽ അതുകൊണ്ട് അവന്റെ എത്തിക്കായി വാങ്ങിയതാണ് വന്നിരിക്കുന്നത്. ഇത് പറയാൻ ചെയ്യണം പറഞ്ഞ തീരുവെങ്കിൽ നീ പറ. നിന്റെ 3 പെങ്ങന്മാർക്കും കൂടി ഞങ്ങൾ വിലയിടും. അത് നീ താങ്ങത്തില്ല ഏട്ടാ. പറ്റിപ്പോയാളെ 3 പെങ്ങന്മാരാണെങ്കിൽ അറിയാം കയ്യിലൊന്ന് പറ്റിപ്പോയാളെ എന്നെ വെറുതെ നിനക്ക് മാത്രമുള്ള പെങ്ങന്മാര് മരിച്ചുപോയ ശ്രീചേട്ടന്റെ വീട്ടിലുണ്ടോ ഒരു പെണ്ണ്. ഞങ്ങളിപ്പോ അങ്ങോട്ട് പോവാം. നീയൊക്കെ എന്റെ കൂടെ നിന്നാ മതി. അത് തന്നെ നമുക്ക് പേടി. എന്ത് കേറല്ലടാ വേണ്ടോ ഇരിക്കടാ. എന്താ ഏട്ടാ പെട്ടെന്ന് വന്നത്? ഇവരെല്ലാം എന്റെ കൂട്ടുകാരാണ്. ആശയോട് വളരെ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നത്. എന്ത് പ്രധാനപ്പെട്ട കാര്യം? ആശയുടെ ചേട്ടൻ ലഹരിക്കും കഞ്ചാവിനും അടിമയാണ്. ഒരു കവർ നിറയെ സാധനം ഈ റൂമിനകത്തിരിപ്പുണ്ട്. ഓർമ്മ വെച്ച നാൾ തന്നെ അമ്മ പോയി. പിന്നെ എല്ലാം ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനായിരുന്നു. ഇപ്പൊ അച്ഛനും പോയി. ഇനി എനിക്ക് എന്റെ ഏട്ടൻ മാത്രമേ ഉള്ളൂ. ദൈവത്തോർന്ന് ഇറങ്ങി പോവോ? സത്യം കണ്ടു തന്നെ നീ വേണം മാഷ. കൊല്ലം വടക്കടത്ത് വീട്ടിൽ ആശാ ശ്രീനിവാസൻ വീടുകളിൽ വെട്ടേറ്റ നേരിൽ കണ്ടെത്തി. ആശയുടെ സഹോദരൻ അരുണിന്റെ സുഹൃത്ത് നന്ദനാണ് പ്രതി. കൊലപാതകം നേരിൽ കണ്ട അരുൺ മാനസിക നിലതെറ്റി മെന്റൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. എടാ അതിന് നീ എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അറിയാൻ സഹിത്തെ നമുക്ക് അവനെ ഒന്ന് കണ്ടാലോടാ. അല്ലേ അത് വേണോ? അത് വേണോടാ.
Oh